ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എഗ്ഗ് ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് താറാവ് കുഞ്ഞുങ്ങളെ വീട്ടിൽ തന്നെ എങ്ങനെ വിരിയിക്കുക എന്നുള്ളതാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എഗ്ഗ് ഇൻക്യുബേറ്റർ. ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 6500 രൂപയാണ്. ഇതിലൊരു തവണ മാക്സിമം 35 മുട്ട വരെ വയ്ക്കാം. ഇത് ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ട്. ഇത് മാനുവലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രേയിൽ താറാവ് മുട്ട വയ്ക്കാം. ഈ മുട്ടയുടെ കൂർത്ത ഭാഗമില്ലേ, അത് താഴോട്ടിരിക്കണം. മുട്ട കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ട്രേയിൽ വെച്ച് കൊടുക്കുക. ഇനി ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ടെമ്പറേച്ചറാണ്. അത് 37 to 38 വരെയാകാം. ഇത് ഹ്യൂമിഡിറ്റിയാണ്. അത് 60 to 80 വരെയാകാം. ഹ്യൂമിഡിറ്റി 60ക്ക് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തുറന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഇൻക്യുബേറ്റർ മാനുവൽ ആയതുകൊണ്ട് നമ്മൾ ഈ മുട്ട വച്ചിരിക്കുന്ന ട്രേ ദിവസവും കുറഞ്ഞത് 2 നേരമെങ്കിലും ഒന്ന് ചരിച്ചു കൊടുക്കണം. ഇടയ്ക്ക് നമുക്ക് താറാമുട്ട വിരിയോ ഇല്ലയോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ മുട്ട നോക്കാം. ഇതിപ്പോൾ ലൈറ്റ് പാസ്സാകുന്നില്ല, ഫുള്ള് ബ്ലാക്കാണ്. അപ്പോൾ ഈ മുട്ട വിരിയും. ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഇതും ഫുള്ള് ബ്ലാക്കാണ്. ഈ മുട്ടയും വിരിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ റെഡിഷ് കളർ ലൈറ്റ് പാസ്സാകുന്നുണ്ടെങ്കിൽ ആ മുട്ട വിരിയത്തില്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വെച്ച മുട്ടയെല്ലാം നോക്കിയിട്ടുണ്ട്, അതെല്ലാം വിരിയും. താറാവ് കുഞ്ഞുങ്ങളെ 28 ദിവസം ആകുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതിന് 2 ദിവസം മുന്നേ ഇതുപോലെ ട്രേയിൽ നിന്ന് മുട്ട മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവയുടെ കൈയും കാലും ഒക്കെ ട്രേയുടെ ഇടയിൽപ്പെട്ട് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 28 ദിവസമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ? വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയല്ലേ? താറാവ് കുഞ്ഞുങ്ങളൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗ് ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് താറാവ് കുഞ്ഞുങ്ങളെ എങ്ങനെ വീട്ടിൽ വിരിയിക്കുക എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.